രാഹുൽ സുരേഷ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന്. രാഹുൽ, അപ്പോൾ ജലീൽ കണ്ണമംഗലം അറിയിക്കുന്നുണ്ട് ഈ കേസ് കോടതി പരിഗണിക്കുകയാണ്, ആ ഉത്തരവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബാംഗങ്ങൾ എന്തു പറയുന്നു രാഹുൽ? ഉന്മേഷ, ഈ കേസ് ഇപ്പോൾ റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബം വലിയ പ്രതീക്ഷയിലാണ്. മോചന ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ റഹീമിന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ റഹീം നിയമസഹായ സമിതി അംഗങ്ങളുമാണ് ചേരുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ ഉത്തരവിനായി ഇന്ന് കേസ് മാറ്റിവെക്കുകയായിരുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് റഹീമിന് വേണ്ടി അഡ്വക്കേറ്റ് റെന, അബ്ദു ഫൈസൽ, എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കാക്കഞ്ചേരി, പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂർ എന്നിവരാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഇന്ത്യൻ സമയം 12:30 ഈ കേസ് പരിഗണിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് നടപടിക്രമങ്ങൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും കുടുംബവും നിയമസഹായ സമിതി അംഗങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ദീർഘകാലത്തൊരു കാത്തിരിപ്പാണ്, അതിനൊന്ന് വിരാമം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നൊരു തീരുമാനം അന്തിമം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത്. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അമ്മ പോലെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും തന്നെ എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പരമാവധി അരമണിക്കൂറിനുള്ളിൽ ഈ ഉത്തരവ് സംബന്ധിച്ചൊരു തീരുമാനം പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് റിയാദ് നിയമസഹായ സമിതി ഭാരവാഹികളുമായി ഇപ്പോൾ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് കിട്ടിയ മറുപടി പ്രകാരം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുറെ കാലമായിട്ടുള്ളൊരു പ്രതീക്ഷയാണ്, കാത്തിരിപ്പാണ്. അതിനാണ് ഒരു ഉത്തരം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ പ്രതീക്ഷയിലാണ്. ഏതായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിലായിട്ട് റിസൾട്ട് വരും. ഇപ്പോൾ കോടതി കേസ് പരിഗണിച്ചെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. റഹീമിന്റെ ബന്ധു കൂടിയായ സവാദക്ക കൂടി ചേരുന്നുണ്ട്. സവാദക്ക, എങ്ങനെയാണ് നമ്മൾ ഈ കേസ് പരിഗണിക്കുകയാണ്, എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളോട് ഇത് വന്നത്. എന്തായാലും അവർ കോടതിയിലുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയൊരു അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. എന്തായാലും നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാം. മോചനം ഉണ്ടാവും തന്നെയാണ് കരുതുന്നത്. ഉന്മേഷ, സൗദിയിൽ നിന്നുള്ള ഒരു ഫോൺ കോളിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബവും ഈ നാടും ഇവിടെയുള്ള എല്ലാ ആളുകളും. ഉന്മേഷ്, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടാകും എന്ന് ഇവരും പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കുകയാണ് കേരളം.